ഹനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. പക്ഷേ അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ, ആ ഭാഗമാണ് നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ അവൻ സാക്ഷ്യം പ്രാപിച്ചു. ഏത് കാര്യത്തിൽ? ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിഷയത്തിൽ. കർത്താവിൻ്റെ മക്കളെന്ന് അവകാശപ്പെട്ടാലും, ഞാൻ കർത്താവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാലും, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ വന്നവനാണ്, ഞാൻ ദൈവത്തോട് ചേർന്ന് നടക്കുന്നു എന്ന് പറഞ്ഞാലും, ആ കാലഘട്ടത്തിൽ, ചേർന്ന് നടക്കുന്നു എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ജീവിതം കൊണ്ട് എടുക്കപ്പെടുന്നതിന് മുമ്പേ ദൈവത്തെ പ്രസാദിപ്പിക്കണം. എങ്കിലേ എടുക്കപ്പെടുകയുള്ളൂ. മനസ്സിലായവർ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ശാന്തമായിട്ട് എല്ലാവരും ഇരുന്നൊന്ന് ചിന്തിച്ചാൽ, നമ്മളെല്ലാം ദൈവമക്കളാണ്. ദൈവമക്കളെ, നമ്മുടെ ഈ ജീവിതത്തിൽ കൃപയിൽ വന്നതിന് ശേഷം നമ്മുടെ മരണമായില്ല, കർത്താവ് വന്നില്ല. ഈ കാലഘട്ടത്തിൽ നമ്മൾ ആരെയാണ് പ്രസാദിപ്പിക്കുന്നത്? ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ാമത്തെ തിരുവെഴുത്ത് വായിക്കാം. അവിടെ സഭയ്ക്ക് ലേഖനങ്ങൾ പരിശുദ്ധാത്മാവിൽ എഴുതി അറിയിച്ച പൗലോസ് പറയുന്നു, വായിച്ചേ. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവോ? അടുത്ത, ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കയില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുക, മനുഷ്യരെ പ്രസാദിപ്പിക്കുക. മനുഷ്യരെ പ്രസാദിപ്പിക്കുക, ദൈവത്തെ പ്രസാദിപ്പിക്കുക. പൗലോസ് പറയുന്നു, ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനാണ് എങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുകയില്ല. ദൈവജനം ശ്രദ്ധിച്ചു. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത് ഈ കാണുന്ന കാര്യങ്ങളിൽ കൂടെയാണ്, കാണുന്ന കാര്യങ്ങളിൽ കൂടെയാണ്. ഒരാൾ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ, കൈയടിച്ചാൽ, ആരാധിച്ചാൽ നമുക്ക് വേണമെങ്കിൽ പറയാം, ആ വ്യക്തി ദൈവവുമായിട്ട് നല്ല ബന്ധത്തിലാണ്, ദൈവത്തിനത് പ്രസാദമാണ്. ഇങ്ങനെ കാണുന്നത് വെച്ചാണ് നമ്മൾ കാര്യങ്ങൾ വിധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ പറയുന്നു, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 22-23 വാക്യങ്ങൾ വായിക്കാം. ദാസന്മാരെ, ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പീൻ. അടുത്ത്, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ. അവിടെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ, ദൃഷ്ടി സേവകളാലല്ല. മനസ്സിലായോ? മനസ്സിലായോ? മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ, യജമാനെ പ്രസാദിപ്പിക്കാൻ, അമ്മയപ്പന്മാരെ പ്രസാദിപ്പിക്കാൻ, കൂടുള്ളവരെ പ്രസാദിപ്പിക്കാൻ, കൂട്ടുവിശ്വാസിയെ പ്രസാദിപ്പിക്കുവാൻ, പാസ്റ്ററെ പ്രസാദിപ്പിക്കുവാൻ ദൃഷ്ടിസേവ മതിയാവും. അവരുടെ മുമ്പിൽ കാണുന്ന കാര്യങ്ങൾക്ക് ഒരു അംഗീകാരം കിട്ടിയാൽ മതി. എന്നാൽ ഇവിടെ വായിച്ച ദൃഷ്ടിസേവകളാൽ അല്ല. അടുത്ത്, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട്, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട്, ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ, ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കേണ്ടത്. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ഈ കണ്ണിന് കാണുന്ന, മനുഷ്യനെ സുഖിപ്പിക്കുന്ന, മനുഷ്യന് അംഗീകാരം കിട്ടുന്ന തരത്തിലുള്ള ദൃഷ്ടി സേവകൾ കൊണ്ട് സാധ്യമല്ല. ഹൃദയത്തിൻ്റെ ഏകാഗ്രതയോടുകൂടെ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തെ പ്രസാദിപ്പിക്കണം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 6-ാമത്തെ തിരുവെഴുത്ത് വായിക്കാം. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവ ഇഷ്ടം മനസ്സോടെ ചെയ്തും മതി. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന തരത്തിൽ ദൃഷ്ടി സേവകളാലല്ല. ശ്രദ്ധിക്കണം. നിങ്ങൾ ആരാധനയ്ക്ക് വന്നു, ഭക്തിയോടെ ഇരിക്കുന്നു, ശക്തമായിട്ട് ആരാധിക്കുന്നു, കൈയടിക്കുന്നു, അന്യഭാഷ, ഇതൊക്കെ കാണുമ്പോൾ മാനുഷിക നിലയിൽ എനിക്ക് തോന്നും, ഒക്കെ കൊള്ളാം, ഇന്നാരും നല്ല ആത്മീയമാണ്, തൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കും, എനിക്കങ്ങനെ പറയാനോ ചിന്തിക്കാനോ കഴിയും. എന്നാൽ ദൃഷ്ടി സേവ കൊണ്ട് പോരാ. ഇത് വേണം, ഇത് വേണം, പക്ഷെ ഇത് പോരാ. ഹൃദയത്തിൻ്റെ ഏകാഗ്രതയോടെ. എന്താ അങ്ങനെ പറയാനുള്ള കാര്യം? എന്നെ ശ്രദ്ധിക്കൂ.
ഞാൻ പോയി കർത്താവിനോട് പറയണേ, ഇന്ന ആള് നല്ല ആരാധിക്കുന്നയാളാണ്, നിന്നെ പ്രസാദിപ്പിക്കുന്നയാളാണ് എന്ന് പറഞ്ഞാൽ ഈ വാക്കുകൊണ്ട്, എൻ്റെ റെക്കമെൻഡേഷൻ കൊണ്ട്, എൻ്റെ സാക്ഷ്യം കൊണ്ട് യേശുവിന്, ദൈവത്തിന് അത് തൃപ്തിയല്ല. ഒരു മനുഷ്യൻ്റെയും റെക്കമെൻഡേഷൻ, ഒരു മനുഷ്യൻ്റെയും സാക്ഷ്യം, ശുപാർശ കർത്താവിന് വേണ്ട. നിങ്ങൾ യോഹന്നാന്റെ അടുക്കൽ ആളയച്ച് അവൻ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു, എനിക്കോ മനുഷ്യന്റെ സാക്ഷ്യം കൊണ്ട് ആവശ്യമില്ല. എനിക്കോ മനുഷ്യന്റെ സാക്ഷ്യം കൊണ്ട്, എല്ലാവരും എന്നെ കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഞാൻ പോയി യേശു അപ്പച്ചനോട് പറയാണ്, നമ്മുടെ സഭയിലെ ഇന്നാര് ഒക്കെ നല്ല ആൾക്കാരാണ്, നിന്നെ പ്രസാദിപ്പിക്കുന്ന ആളാ എന്ന് പറഞ്ഞാൽ ഈ റെക്കമെൻഡേഷൻ വേണ്ട. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ഓർത്തോണം, ആരുടെയും ശുപാർശ, ആരുടെയും സാക്ഷ്യം കർത്താവിന് വേണ്ട. എന്തുകൊണ്ട്? ഓരോരുത്തരും എങ്ങനെ ഉള്ളവരെന്നും അവരുടെ രഹസ്യമെന്തെന്നും അകത്തിരിപ്പ് എന്തെന്നും ആരും കാണാത്ത മേഖലകളിൽ അവരുടെ ജീവിതം എന്തെന്നും എല്ലാം എനിക്കറിയാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 23-ാമത്തെ തിരുവെഴുത്ത് വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 23-ാമത്തെ ദൈവവചനം. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന് സകല സഭകളും അറിയും. കരം പൊക്കി ഒരു ഹല്ലേലൂയ പറയാം. ഞാൻ നിങ്ങളുടെ രഹസ്യങ്ങളെയും അകത്തിരിപ്പിനെയും നിങ്ങളുടെ സകല 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 രഹസ്യങ്ങളെയും അറിയുന്നവനാണ്. അതുകൊണ്ട് എനിക്ക് ആരുടെയും സാക്ഷ്യവും ശുപാർശയും വേണ്ട എന്ന് സകല സഭകളും അറിയും, പട്ടം സഭയും അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. ആരുടെയും ശുപാർശ നമ്മുടെ കർത്താവിന് വേണ്ട. നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണ് എന്ന് തമ്പുരാനെ നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും വിലയിരുത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് സ്നേഹത്തോടെ തുടക്കത്തിലെ ഓർപ്പിക്കട്ടെ, ഹനോക്ക് എടുക്കപ്പെടുവാൻ, അഥവാ കൂടെ നടന്നവനെ, ശ്രദ്ധിക്കൂ, കൂടെ നടന്നവനെ കൊണ്ടുപോകാൻ കാരണം അവൻ്റെ രഹസ്യവും പരസ്യവുമായ സകല കാര്യങ്ങളും തമ്പുരാൻ അങ്ങോട്ട് വിലയിരുത്തിയപ്പോൾ ഇവനെല്ലാം കൊണ്ടും എന്നെ പ്രസാദിപ്പിക്കുന്നു എന്ന് ബോധ്യമായി, അതുകൊണ്ട് സാക്ഷ്യം ലഭിച്ചവനെ എടുത്തുകൊണ്ടുപോയി. മനസ്സിലായവർ എത്ര പേരുണ്ട്? കരം പൊക്കി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് ദൈവജനമേ, ദൈവസഭയെ, നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ളത് എന്ത് എന്ന് അറിഞ്ഞ് ചെയ്യുവാൻ മനസ്സിനകത്തൊരു പുതുക്കം വരട്ടെ. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ തിരുവെഴുത്ത് വായിക്കാം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള, നന്മയും ദൈവപ്രസാദവും ദൈവസേനയിൽ പൂർണ്ണതയും ഉള്ളത് എന്ത് എന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ദൈവജനമേ, ദൈവസഭയെ ശ്രദ്ധിക്കുക. നമ്മൾ എന്തിനാണ് ഈ കൂട്ടം കൂടുകയും ഞായറാഴ്ച ഈ വചനമൊക്കെ പ്രസംഗിക്കുകയും ചെയ്യുന്നത്? എന്തിനാണ്? നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകണം, നമ്മുടെ സ്വഭാവത്തിന് രൂപാന്തരം ഉണ്ടാകണം, നമ്മുടെ രഹസ്യവും പരസ്യവുമായ ജീവിത മേഖലകൾക്ക് രൂപാന്തരം വരണം. എന്തിന്? സ്തോത്രം. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയുവാൻ. ഹല്ലേലൂയ. നമ്മുടെ ഹിതമല്ല, വീട്ടുകാരുടെ ഹിതമല്ല, മക്കളുടെ ഹിതമല്ല, അമ്മയപ്പന്മാരുടെ ഹിതമല്ല, പാസ്റ്റർ ഹിതമല്ല, നമ്മുടെ ഉടയവന്റെ ഹിതം തിരിച്ചറിയുവാൻ നമ്മുടെ അകത്ത് രൂപാന്തരം വരട്ടെ. അപ്പോൾ ജീവിതത്തിൽ ഹനോക്ക് കൂടെ നടന്നപ്പോൾ ദൈവ പൈതലെന്ന നിലവാരത്തിലായത് കൊണ്ട് ദൈവ പൈതലായ ഹനോക്ക് കൂടെ നടന്നപ്പോൾ സാക്ഷ്യം പ്രാപിച്ചു. കൃപയിൽ വന്ന ദൈവമക്കളെ, അന്ന് മുതൽ നമ്മൾ കൂടെ നടക്കാൻ തുടങ്ങിയവരാണ്. എന്നുവരെ നടക്കും? ഒന്നുകിൽ ക്രിസ്തുവിൽ മരിക്കുന്നത് വരെ, അല്ലെങ്കിൽ
കർത്താവ് മടങ്ങി വരുന്നത് വരെ. അപ്പോഴാണ് നമ്മെ കൊണ്ടുപോകുന്നത്, എടുത്തുകൊണ്ട് പോകുന്നത്. സംഭവിക്കണമെങ്കിൽ ഈ കൂടെ നടക്കുന്ന കാലം സോദരം നമ്മുടെ കർത്താവിനെ പ്രസാദിപ്പിച്ചു കൊണ്ടേയിരിക്കണം. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എങ്ങനെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റും? എങ്ങനെ പ്രസാദിപ്പിക്കാൻ പറ്റും? നമ്മുടെ വിശുദ്ധ ജീവിതം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ തിരുവെഴുത്ത് വായിക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമായുള്ള യാഗമായി സമർപ്പിക്കുകയും. നമ്മള് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതും ഈ ശരീരം കൊണ്ടാണ്. നമ്മെ പ്രസാദിപ്പിക്കുന്നതും ഈ ശരീരം കൊണ്ടാണ്. സാത്താനെ പ്രസാദിപ്പിക്കുന്നതും ശരീരം കൊണ്ടാണ്. പക്ഷേ ഈ ശരീരം, സ്തോത്രം, ദൈവം പ്രസാദിക്കുന്ന യാഗമായി തീരുവാൻ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കണം. ദൈവമക്കളുടെ ഈ ശരീരം ഉണ്ടല്ലോ, സ്തോത്രം, അതിൻ്റെ വീണ്ടെടുപ്പ് ഇതുവരെ പ്രാപിച്ചില്ല. അകത്തിരിക്കുന്ന ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് മാത്രമേ നടന്നിട്ടുള്ളൂ. ശ്രദ്ധിച്ച് കേൾക്കണം. അകത്തെ ആത്മാക്കളുടെ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവസഭയെ ശരീര വീണ്ടെടുപ്പ് സംഭവിക്കണമെങ്കിൽ, ശരീര വീണ്ടെടുപ്പ് നടക്കണമെങ്കിൽ ഈ ശരീരം കൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ള യാഗം നടത്തിക്കൊണ്ടേയിരിക്കണം, അഥവാ സമർപ്പിച്ചു കൊണ്ടേയിരിക്കണം. മനസ്സിലായ ഒരു കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ 1 തെസ്സലോനി 4:3 എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം? ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണമാണ്. ദൈവത്തിന്റെ ഇഷ്ടം ദൈവജനത്തിന്റെ ശുദ്ധീകരണമാണ്. എല്ലാ മേഖലകളിലും അത് സംഭവിക്കട്ടെ. ജീവിതത്തിലെ സകല രഹസ്യ പരസ്യ മേഖലകളിലും അത് സംഭവിക്കട്ടെ. നമ്മുടെ ആന്തരിക പുറമേയുള്ള മേഖലകളിൽ അത് സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണമാണ്. 93-ാം സങ്കീർത്തനം 5-ാമത്തെ തിരുവെഴുത്ത് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവേ, നിന്റെ സാക്ഷ്യങ്ങൾ എത്രയും നിശ്ചയമുള്ളവ. അടുത്ത്, യഹോവേ, വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ. യഹോവേ, വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും എന്നേക്കും ഉചിതമാണ്. ദൈവത്തിൻ്റെ ആലയമാണ് ഇത്. ഇതിന് വിശുദ്ധി ഉണ്ടാകണം. ഇത് ആലയമാണ്. അപ്പോൾ തന്നെ ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് ദൈവത്തിൻ്റെ സഭയാണ്. പ്രൈസ് ദി ലോർഡ്. സഭയ്ക്ക് വിശുദ്ധിയാണ് ഉചിതം. ദൈവാലയത്തിന് വിശുദ്ധിയാണ് ഉചിതം. ഹല്ലേലൂയ. ആകയാൽ പുറമേയുള്ള കാര്യങ്ങൾ കൊണ്ട്, അഭിനയങ്ങൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് പറ്റത്തില്ല. ഈ ആലയം ദൈവത്തിന് വിശുദ്ധമായിരിക്കട്ടെ. ദൈവസഭ ദൈവത്തിന് വിശുദ്ധമായിരിക്കട്ടെ. ഹല്ലേലൂയ. 2, ആരാധന കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കണം. നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കണം. നമ്മുടെ ആരാധന കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കണം. 2 പേരെ ആരാധിക്കാൻ പോയ കഥ നിങ്ങൾക്കറിയാം. കഥയല്ല, സംഭവം. സ്തോത്രം. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 4-ാമത്തെ തിരുവെഴുത്ത് നമുക്ക് വായിക്കാം. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, അവന്റെ ആരാധനയിലും പ്രസാദിച്ചു. സ്നേഹത്തോടെ ദൈവസഭയെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ദൈവത്തെ ആരാധിക്കുവാനാണ് ദൈവസന്നിധിയിൽ വന്നത്.
നിങ്ങൾ വന്നത്, ഇവിടെ ഇരുന്നത്, ആരാധിച്ചത്, ഇതിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? ദൈവം പ്രസാദിക്കുന്നുണ്ടോ? സ്തോത്രം. ഇവിടെ ആരുടെ അംഗീകാരം നമുക്ക് വേണ്ട. സ്തോത്രം. ഈ ദൃഷ്ടി സേവകൾ കൊണ്ട് ദൈവത്തിനത് സന്തോഷമല്ല. പുറമേ കാണുന്നെല്ലാം വേണം, പക്ഷേ ഇത് പുറമേ ചെയ്യുമ്പോൾ അകമേ അവൻ നിരീക്ഷിക്കുകയാണ്. അവൻ ഉള്ളങ്ങളെയും ഉൾപ്പൂവുകളെയും ആരായുന്ന യഹോവ ഇന്ന് പകൽക്കാലം കൂടി വന്ന ദൈവമക്കളെ, നമ്മൾ വന്നതിലും ഇവിടെ ഇരിക്കുന്നതിലും ആരാധിക്കുന്നതിലും ദൈവം പ്രസാദിക്കുന്നുണ്ടോ? ദൈവം അതിൽ പ്രസാദിച്ചാൽ നാം ധന്യരായി. ദൈവം പ്രസാദിച്ചാൽ കൂടെ നടക്കുന്നവരെ കൂട്ടിക്കൊണ്ട് സ്വർഗത്തിൽ പോകാൻ ദൈവത്തിന് ഇഷ്ടം തോന്നും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഇവിടെ കൂടി വരാം, പാടാം, പ്രാർത്ഥിക്കാം, എല്ലാം ചെയ്യാം, ഇവിടെ ഒരു അംഗമായിരിക്കാം, പക്ഷെ കൂട്ടിക്കൊണ്ട് പോകത്തില്ല, എടുത്തുകൊണ്ട് പോകത്തില്ല. ജീവിച്ചിരിക്കുമ്പോൾ ആ സാക്ഷ്യം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. സമയം കുറച്ചല്ലേ ഉള്ളൂ. മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് ദൈവത്തെ നമ്മൾ പ്രസാദിപ്പിക്കണം. പ്രാർത്ഥനാ ജീവിതം കൊണ്ട്. അതിനൊരു തെളിവായ വ്യക്തിയാണ് ശലോമോൻ. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 10-11 വാക്യങ്ങൾ വായിക്കാം. 1 യോഹന്നാൻ 5:14 വായിക്കാം. ആകയാൽ ഈ ജനത്തിന് നായകനായിരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും തരേണമേ. അല്ലാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? അതിന് ദൈവം ശലോമോനോട്, ഇത് നിന്റെ താല്പര്യമായിരിക്കാലും, ഇതാണ് നിന്റെ താല്പര്യമായതുകൊണ്ട് ധനം, സമ്പത്ത്, മാനം, ശത്രു നിഗ്രഹം എന്നിവയോ ദീർഘായുസോ ചോദിക്കാതെ ഞാൻ നിന്നെ രാജാവാക്കി വച്ച എന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യേണ്ടതിന് നിന്നെ എന്തിനു വേണ്ടി ആക്കി വെച്ചോ ആ ഉദ്ദേശം മാത്രം നിറവേറ്റുവാൻ ജ്ഞാനവും വിവേകവും ചോദിച്ചിരിക്കയാലും, നീ ജ്ഞാനവും വിവേകവും ചോദിച്ചിരിക്കൊണ്ട് ജ്ഞാനവും വിവേകവും നിനക്ക് നൽകിയിരിക്കുന്നു. മതി. ചോദിച്ച കാര്യം ദൈവത്തിന് ഇഷ്ടമായതുകൊണ്ട് ചോദിക്കാത്തതും കൂടെ നിനക്ക് തന്നിരിക്കുന്നു. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഈ ചോദിക്കുന്ന കാര്യം ദൈവത്തിന് ഇഷ്ടപ്പെട്ടാൽ, നമ്മുടെ പ്രാർത്ഥന ഇഷ്ടപ്പെട്ടാൽ, പ്രാർത്ഥിക്കുന്നവരെ ഇഷ്ടപ്പെട്ടാൽ, പ്രാർത്ഥിക്കുന്നവരുടെ ഉദ്ദേശം ഇഷ്ടപ്പെട്ടാൽ, ചോദിക്കുന്നത് മാത്രമല്ല ചോദിക്കാത്തതും കൂടെ തമ്പുരാൻ തരും. ദൈവത്തെ പ്രസാദിപ്പിക്കുക. 1 യോഹന്നാൻ 5:14 എളുപ്പം വായിച്ചു. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് മതി. അവന്റെ ഇഷ്ടപ്രകാരം ദൈവത്തിന് പ്രസാദകരമായിട്ട് നമ്മൾ എന്തെങ്കിലും അപേക്ഷിച്ചാൽ ആ പ്രാർത്ഥന നമ്മുടെ ദൈവം കേൾക്കും. ആ പ്രാർത്ഥന നമ്മുടെ ദൈവം കേൾക്കും. അതാണ് ദൈവത്തിന് പ്രസാദം. പ്രാർത്ഥിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നമ്മൾ ഇത്തിരിയൊക്കെ കാടും പടപ്പൊക്കെ വലിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഓരോരുത്തരുടെ ആ ഒരു നിയോഗം പോലെയും സാധിക്കുന്നവരെയും പ്രാർത്ഥിക്കട്ടെ. പക്ഷേ സ്തോത്രം, പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ അവൻ്റെ ഇഷ്ടപ്രകാരം അവന് പ്രസാദകരമായത് പ്രാർത്ഥിക്കണം. അതിൽ ദൈവം പ്രസാദിച്ചാൽ ചോദിക്കാത്തത് എന്തൊക്കെ ആവശ്യമെന്ന് അറിയുന്ന ദൈവം എല്ലാം അറിഞ്ഞു തന്നേക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? ആ ദൂത് ഏറ്റെടുക്കുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ശക്തമായ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, എൻ്റെ പ്രാർത്ഥന ദൈവത്തിന് പ്രസാദമാണോ? പ്രാർത്ഥിക്കുന്ന എന്നെ ദൈവത്തിന് പ്രസാദമാണോ? ഞാൻ പ്രാർത്ഥിക്കുന്നത് പ്രസാദമാണോ? ചിന്തിക്കുക. സ്തോത്രം, 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 സ്തോത്രം. പിന്നെയും എങ്ങനെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റും? നമ്മുടെ നല്ല പ്രവൃത്തികൾ കൊണ്ട്, നല്ല സ്വഭാവങ്ങൾ കൊണ്ട്, നല്ല ജീവിതം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കണം. മീഖാപ്രവചനം 6-ാം അധ്യായം 8-ാമത്തെ തിരുവെഴുത്ത് വായിക്കാം.
മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ഇതൊക്കെയാണ് നിന്റെ ജീവിതത്തിൽ വേണ്ടത്. നല്ല സ്വഭാവം, നല്ല പ്രവൃത്തി, നല്ല ജീവിതം. ദൈവം നോക്കുമ്പോൾ നമ്മുടെ പാട്ട്, പ്രാർത്ഥന, ആരാധനയൊക്കെ ഇഷ്ടമാണ് ദൈവത്തിന്. പക്ഷേ ഇതൊക്കെ ഇവിടെ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഇതിനു മുമ്പുള്ള സമയം നമ്മൾ എങ്ങനെയായിരുന്നു, എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ ചെയ്തു, എങ്ങനെയൊക്കെ ജീവിച്ചു, അതും കൂടെ നോക്കിയിട്ടാണ് ഈ ആരാധനയിൽ നിങ്ങൾക്ക് മാർക്കിടുന്നത്. ദൈവം അങ്ങനെയാണ് പ്രസാദിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? ഈ നമ്മൾ ചെയ്യുന്ന ഇതെല്ലാം വേണം. അപ്പോൾ തന്നെ ന്യായം പ്രവർത്തിക്കണം, ദയാതൽപരനായിരിക്കണം, സൽപ്രവൃത്തി നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. അതിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ഒരിക്കലും ഒരു സഹോദരിയെക്കുറിച്ച് യേശു പറയുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വചനം, അതിന്റെ 3-ാം ഭാഗം ഒന്ന് പെട്ടെന്ന് വായിക്കാമോ? അവൾ എങ്കൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. മോനെ ഒന്നും കൂടെ അത് വായിക്കേ. അവൾ എങ്കൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ഇവിടെ ഇരിക്കുന്ന എത്ര പേരുടെ മുഖത്ത് നോക്കിയിട്ട് അപ്പച്ചൻ പറയും, അവൻ, അവൾ, അവൾ എങ്കൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്യുന്നത്. ദൈവം പ്രസാദിക്കുന്ന പ്രവൃത്തി, ദൈവപ്രസാദമുള്ള പ്രവൃത്തികൾ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ആരും കാണാത്ത മേഖലയിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ ഓരോന്നും എല്ലാവരും വിലയിരുത്തിക്കോ. നമ്മുടെ സംസാരങ്ങൾ, കൈകളുടെ പ്രവൃത്തികൾ, നമ്മുടെ ഓരോ മേഖലകളിലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തികൾ. ഹല്ലേലൂയ. മനസ്സിലായവർക്ക് കരം പൊക്കി ഒരു ഹല്ലേലൂയ പറയാം. ഒരു കാര്യം കൂടെ ഓർപ്പിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് മഹത്വം. ദൈവം പ്രസാദിക്കുന്ന ഒരു ഏറ്റവും വലിയ കാര്യമാണ് നമ്മെ ഏൽപ്പിച്ച വേല, നമ്മെ രക്ഷിച്ച കർത്താവിനെ കുറിച്ച് ആ രക്ഷ അറിയാത്തവരോട് പറയുക എന്നുള്ളതാണ്. അതിൽ ദൈവം പ്രസാദിക്കും. നമ്മുടെ സമയവും നമ്മുടെ ശബ്ദവും ഒക്കെ, ക്ഷമിക്കണം, ദൈവം പ്രസാദിക്കുന്ന കാര്യത്തിന് വേണ്ടിയാണോ ചെലവാക്കുന്നത്? ഒന്നും കൂടെ ചോദിക്കുന്നു, നമ്മുടെ ശബ്ദവും നമ്മുടെ സമയവും ദൈവം പ്രസാദിക്കുന്ന കാര്യത്തിനാണോ ചെലവാക്കുന്നത്? ശമരിയക്കാരി നിങ്ങൾക്കറിയാം. പുള്ളിക്കാരത്തി രക്ഷിക്കപ്പെട്ടു, കർത്താവിനെ അറിഞ്ഞ് കൃപയിൽ വന്നു. അന്ന് മുതൽ കർത്താവിൻ്റെ വേല ചെയ്യാൻ തുടങ്ങി. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 28-29 വായിച്ചു. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട് ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാൺമീൻ. ഞാൻ പാപിയായിരുന്നു, എന്റെ പാപത്തെ ബോധ്യപ്പെടുത്തി എന്നെ രക്ഷയിലേക്ക് നയിച്ച ഒരു മനുഷ്യൻ അവിടെ ഇരിപ്പുണ്ട് കിണറ്റിന്റെ കരയിൽ. നിങ്ങൾ അവനെ വന്ന് കാണുവീൻ. അടുത്ത്, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. സ്തോത്രം. അവളുടെ വാക്ക് കേട്ട് പലരും വിശ്വസിച്ചെന്നാണ് നമ്മൾ താഴോട്ട് വായിക്കുന്നത്. ഇവക്ക് രക്ഷിക്കപ്പെട്ടിട്ട് എത്ര കാലമായി? ഏത് ബൈബിൾ കോളേജിൽ പഠിച്ചു? ഏതോ ബിബ്ലിക്കലായിട്ടുള്ള അവളുടെ ഡിഗ്രി ഏതാണ്? അവൾ കർത്താവിനെ അറിഞ്ഞ ഉടനെ, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഉടനെ അവൾക്കൊരു വലിയ ആത്മഭാരം വരികയാണ്. ഇത്ര വലിയ രക്ഷ ഞാൻ അനുഭവിച്ചു. ഇതറിയാത്തവരോട് ഈ രക്ഷിതാവിനെ പോയി കണ്ട് പരിചയപ്പെടുത്തുകയാണ്. അവിടെ വായിച്ചത് ഇങ്ങനെയാണ്, അവൾ കൊണ്ടുവന്ന പാത്രം അവിടെ വെച്ചു. നമ്മുടെ ആയുസ്സിൽ ഈ പാത്രം വയ്ക്കാനുള്ള മനസ്സുണ്ടോ? നമ്മളെപ്പോഴും പിടിച്ചുകൊണ്ടൊക്കെയാണ് ജോലി, കുടുംബം, പിള്ളേരുടെ ട്യൂഷൻ, ക്രിസ്തുവോട് നിങ്ങൾക്കറിഞ്ഞൂടെ ഞാൻ പെടുന്ന പാട് പിടിച്ചോണ്ട് നടക്കുകയാണ്. വല്ലപ്പോഴും ഈ പാത്രം ഒന്ന് താഴെ പോയി. അവൾ ഓടി. നമ്മൾ ഓടുമ്പോൾ ചിലപ്പോൾ ഈ പാത്രവും കൂടെ കൊണ്ടാണ് ഓടുന്നത്. സ്തോത്രം. താഴവൈ, താഴവൈ, താഴവൈ യേശുവിനെ കുറിച്ച് പറയാൻ
അതിന് ചിലർ പറയുന്നത്, പാസ്റ്ററെ നിങ്ങളൊക്കെ പറയുമ്പോൾ പറയാനുള്ള കപ്പാസിറ്റി എനിക്കില്ല, ഞാൻ പറഞ്ഞാലോട്ട് ആരും. എസെക്കിയേലിന്റെ പ്രവചനം 2-ാം അധ്യായം 5-ാം വാക്യം. കേട്ടാലും കേൾക്കാഞ്ഞാലും അവര് ഞാൻ പറയുന്നത് കേട്ട് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും അവർ മത്സരഗ്രഹമല്ലോ. അവരുടെ മനസ്സ് എങ്ങനെയാണ്? അടുത്ത്, തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അവർ അറിയണം. തങ്ങളുടെ ഇടയിൽ ഒരു ദൈവ മനുഷ്യൻ ഉണ്ടായിരുന്നെന്ന് അവർ അറിയണം. കരം പൊക്കി ഒരു ഹല്ലേലൂയ പറയാം. ദൈവമക്കളുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ജീവിക്കുന്ന വീട്ടിലും പരിസരത്തിലും സാക്ഷ്യമുള്ളവരായി ജീവിക്കണം, സാക്ഷി പറയണം. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്ത്, നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ എവിടെയോ അവിടെ സാക്ഷ്യമുള്ളവരായി ജീവിക്കണം, യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയണം. കുഞ്ഞുങ്ങളെ, യുവജീവിതങ്ങളെ, നിങ്ങളായിരിക്കുന്ന സ്കൂളിൽ, കലാലയങ്ങളിൽ, മറ്റ് വിദ്യാഭ്യാസ മേഖലകളിൽ സാക്ഷ്യമുള്ളവരായി ദൈവമക്കളായി നിങ്ങൾ ജീവിക്കണം. എന്നിട്ട് നിങ്ങൾ രക്ഷിതാവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തണം. അവർ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യട്ടെ, നീ പറയണം. 7-ാം വാക്യം വായിച്ചു. അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും, അവർ കേട്ടാലും ശരി കേട്ടില്ലെങ്കിലും ശരി, നീ എന്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം. എന്റെ വചനം, എന്റെ വചനം, അതാണ് എനിക്ക് പ്രസാദമുള്ള കാര്യം. ഒരു ദിവസം എത്ര പേരോട് കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്? ഒരു ദിവസം എത്ര സമയം പാത്രം വച്ചിട്ട് ഈ വചനവുമായിട്ട് പോകുന്നുണ്ട്? ചിന്തിച്ചു. ദൈവത്തെ പ്രസാദിപ്പിക്കുക, ദൈവത്തെ പ്രസാദിപ്പിക്കുക. കുഞ്ഞുങ്ങളെ, ദൈവത്തെ പ്രസാദിപ്പിക്കുക. ജഡത്തെ പ്രസാദിപ്പിക്കരുത്, മനുഷ്യരെ പ്രസാദിപ്പിക്കരുത്, ഇഷ്ടങ്ങളെ പ്രസാദിപ്പിക്കരുത്, ദൈവത്തെ പ്രസാദിപ്പിക്കുക. ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് നീ സാക്ഷ്യം പ്രാപിച്ചാൽ, കർത്താവ് അത് മനസ്സിലാക്കി അംഗീകരിച്ചാൽ, നിനക്കുള്ള ഭാഗ്യം മറക്കരുത്. കൂടെ ആരുടെ കൂടെ നീ നടക്കുന്നുവോ അവൻ നിന്നെ കൂട്ടിക്കൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് പോകും.